നമുക്കിന്ന് നാടനായിട്ടുള്ളൊരു ഡിന്നർ ഉണ്ടാക്കാം. അത്താഴം. അപ്പോൾ ഞാൻ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചോറ് വെക്കുന്നത് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ വെച്ച അളവ് കുറച്ച് ലേശം കൂടിപ്പോയോ എന്ന് തോന്നി. ഒരു 3 ദിവസത്തേക്ക് ആൾക്കാർക്ക് ലാവിഷായി കഴിക്കേണ്ട ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീറ്റ്റൂട്ട് കൊണ്ട് ഇങ്ങനെ എന്തോ ഒരു പച്ചടി പോലത്തെ സംഭവമൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച്. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വെജിറ്റബിൾ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ബീറ്റ്റൂട്ടാട്ടാ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഞ്ഞിയെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. എന്തായാലും ഞാനിങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഈ തൈരൊക്കെ ഒഴിച്ചിട്ട് ഇത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ ആക്കിയപ്പോൾ കറി നമ്മൾ റെഡി ആയിട്ട് എത്ര പെട്ടെന്നല്ലേ. ഞാൻ പിന്നെ വീഡിയോക്ക് സ്പീഡ് കൂട്ടിയതൊന്നും ആർക്കും മനസ്സിലായില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ കറി ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ ചെറുപയർ മുളപ്പിച്ചിട്ട് ഉള്ള കറിയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഇത് ഞാൻ പിന്നെ വേണമെങ്കിൽ ഒരു റെസിപ്പി ആയിട്ട് ഇടാം. പിന്നെ ഇതും അതുപോലെ തന്നെ ഉപ്പേരി പോലെ നമ്മൾ വെച്ചിട്ട് തേങ്ങയൊക്കെ ഇങ്ങനെ ചിരവിട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ആക്ച്വലി നമ്മൾ ഇവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വല്ല ചിക്കനോ മട്ടനൊക്കെ വെച്ച് കൊടുത്തുകൂടെയെന്ന്. അവർ ആക്ച്വലി വെജിറ്റേറിയൻ ആയിപ്പോയി ഗൈസ്. കണ്ടില്ലേ, ഇത്രയും ചോറാണ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് പിന്നെ കുറച്ച് തൈരും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.